അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലിഹീങ്ങളാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആമുഖമായൊന്നും പറയാതെ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയിരിക്കണം. എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ലല്ലേ എന്ന് വിചാരിക്കരുത്. എല്ലാവരും ഇത് കേൾക്കണം, മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കണം. ആരെല്ലാം നോക്കാൻ വേണ്ടി പറ്റും, ആരെല്ലാം നോക്കാൻ വേണ്ടി പറ്റാത്തത്, അമുസ്ലിമായ സ്ത്രീയെ നോക്കാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെ പല പല സംശയങ്ങളാണ് ഉള്ളത്. എല്ലാത്തിരിക്കും ഇൻഷാ അല്ലാഹ് മുഴുവനും കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്ലാസ് ഷമീമെ മദീന ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് മുഹിബീങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് പേരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെയേറെ സന്തോഷമുണ്ട്. ഈ ക്ലാസ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ക്ലാസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇദ്ദ, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയിരിക്കണം, മറയിലിരിക്കണം. 4 മാസവും 10 ദിവസവുമാണ്. എന്നാൽ ഇദ്ദ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരു റൂമിൻ്റെ ഉള്ളിൽ, ഇരുട്ട് റൂമിൻ്റെ ഉള്ളിൽ വെളുത്ത കമീസ് കുപ്പായമെല്ലാം ഇട്ട്, ഡ്രസ്സെല്ലാം ഇട്ട് അണിയണമെന്നല്ല പറയുന്നത്. ഏതാത് നിർബന്ധമാണ്. ഏതാത് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുന്നതിനെ തൊട്ട് വിട്ടു നിൽക്കലാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയിരിക്കൽ നിർബന്ധമാണല്ലോ. ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, നിക്കാഹ് മാത്രമാണ് കഴിഞ്ഞത്. എന്നാലും ആ പെണ്ണ് ഇദ്ദയിരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഗർഭിണിയായ സ്ത്രീയാണ്, ഭർത്താവ് മരണപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞതിന് പിറ്റേ ദിവസമാണ് ഭാര്യ പ്രസവിച്ചത്. എന്നാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു, ഇദ്ദ തീർന്നു. ഗർഭിണിയുടെ ഇദ്ദ പ്രസവിക്കൽ കൊണ്ട് ഇദ്ദ തീരുന്നു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വയജിബുൽ ഇഅദാദു, അലങ്കരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കൽ നിർബന്ധമാണ്. ഒന്നാമത്തേത്, ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1, തർക്കുൽ ലുബ്സുൽ മസ്ബൂഖ്, ഭംഗി നിറം കൊടുക്കപ്പെട്ട വസ്ത്രത്തെ അലങ്കരിക്കുന്നതിനെ തൊട്ട് ഉപേക്ഷിക്കാം. നല്ല ഡ്രസ്സ്, ഭംഗിയുള്ള ഡ്രസ്സ്, കളറുള്ള ഡ്രസ്സ്, നിറം കൊടുത്ത ഡ്രസ്സ് അത് ധരിക്കാൻ പാടില്ല. രണ്ടാമത്തെ തർക്കുത്തീബ്, സുഗന്ധം ഉപേക്ഷിക്കുക. അത് രാത്രിയിലാണെങ്കിലും ശരി, സുഗന്ധം ഇടാൻ പാടില്ല, സുഗന്ധം ഉപേക്ഷിക്കുക. മൂന്നാമത്തേത് വതഹല്ലി നഹാറൻ ബിഹുലിയ്യി ദാബിൻ ഔ ഫില്ലത്തിൻ, ആഭരണങ്ങൾ ഉപേക്ഷിക്കാം. ആഭരണങ്ങൾ ധരിക്കാൻ വേണ്ടി പാടില്ല. അത് സ്വർണമാവട്ടെ, ചെയിനാവട്ടെ, മോതിരമാവട്ടെ, ഇതുപോലത്തത് ഒന്നും ധരിക്കാൻ വേണ്ടി പാടില്ല. അത് വസ്ത്രത്തിൻ്റെ താഴ്ഭാഗത്താണെങ്കിലും ശരി. നാലാമത്തെ വതർക്കുൽ ഇഖ്തിഹാലി, സുറുമ ഇടുന്നതിനെ തൊട്ട് എന്താക്കുക, ഉപേക്ഷിക്കുക. ഇല്ലാലി ഹാജത്തിന്, ആവശ്യത്തിന് ഒഴികെ ചികിത്സക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടിയാണ്, എന്നാൽ പറ്റും.
അഞ്ചാമത്തെ തർക്കുദ്ദുഹുരി ശൈരി റഹസ്യ, അവൾക്കുള്ള മുടിയിൽ എണ്ണ പുരട്ടുന്നതിനെ ഉപേക്ഷിക്കുക, എണ്ണ ഇടാൻ വേണ്ടി പാടില്ല. ഇനി ആരെല്ലാം നോക്കാൻ വേണ്ടി പറ്റും, ആരെല്ലാം നോക്കാൻ വേണ്ടി പറ്റാത്തത് ഫുഖഹാക്കൾ പണ്ഡിതന്മാർ കിതാബിൽ വിശദീകരിക്കുന്നു. ചെറിയൊരു രൂപത്തിൽ പറയാം. ആരെല്ലാം നോക്കാൻ വേണ്ടി പറ്റും, ആരെല്ലാം നോക്കാൻ വേണ്ടി പറ്റാത്തത്: ഉപ്പാന്റെ സഹോദരൻ, എളാപ്പ, മൂത്താപ്പ, അവരെ കാണാം. ഉമ്മാന്റെ ആങ്ങളമാർ, നേരെ സഹോദരന്മാരുടെ മക്കൾ, ജ്യേഷ്ഠത്തി അനിയത്തിയുടെ മക്കൾ, അവരെ കാണാം. സ്വന്തം ആങ്ങളയുടെ മക്കളെ കാണാൻ കഴിയും, നേരെ മരുമക്കളെയും കാണാൻ വേണ്ടി കഴിയും. അമ്മോശനെ കാണാൻ വേണ്ടി കഴിയും. കാണാൻ വേണ്ടി പറ്റാത്തത് ആരെയാണ്? ഭർത്താവിൻ്റെ അനിയന്മാർ, അനിയത്തിമാർ, അവരെ കാണരുതേ. അമ്മാവൻ്റെ മക്കളെ കാണരുതേ. എളാപ്പ മൂത്താപ്പയുടെ മക്കളെ കാണരുതേ. നേരെ ഉമ്മാന്റെ സഹോദരന്റെ മക്കളെ കാണരുതേ. ബാപ്പാന്റെ സഹോദരിയുടെ മക്കളെ കാണരുതേ. അമ്മായിയുടെ മകൾ, അതായത് ബാപ്പാന്റെ സഹോദരന്മാരുടെ മക്കൾ, അവരെ കാണരുത്. മൊത്തത്തിൽ തൊട്ടാൽ ഉളൂ മുറിയാത്തവരെ കാണാൻ വേണ്ടി പറ്റും. തൊട്ടാൽ ഉളൂ മുറിയുന്നവരെ കാണാൻ വേണ്ടി പറ്റൂല, അന്യവരെ കാണാൻ വേണ്ടി പറ്റൂല. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ചോദിച്ച് പഠിക്കാന്നുള്ള ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ കമൻറ്റിലായിട്ട് നിങ്ങൾ ചോദിക്കുക. സംശയം മനസ്സിൽ കൊണ്ട് നടക്കരുത്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ഭർത്താവ് മരിക്കുമ്പോൾ അവൾ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ തന്നെയാണ് എന്താക്കേണ്ടത്? ഇരിക്കേണ്ടത്. ഇനി ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഏതാതിനെ ഒരാൾ എന്താക്കില്ല, അത് ശ്രദ്ധിച്ചില്ല. ഇനി ഭർത്താവ് മരിച്ച വീട്ടിലല്ല മറ്റേ വീട്ടിലേക്കാണോ പോയത്, എന്നാൽ കുറ്റക്കാരിയാകും അവൾ. കഴിയും, ഇദ്ദാക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ അവൾ കുറ്റക്കാരിയാവും. 4 മാസവും 10 ദിവസവുമാണ്. എപ്പോഴാണ് ഇരിക്കേണ്ടത്? മരിച്ചത് മുതൽ, മരണം സംഭവിച്ചത് മുതലാണ്. എന്നാൽ ഒരാൾ മരിച്ചിട്ട് 2, 4 മാസവും 10 ദിവസവുമായി കഴിഞ്ഞിട്ടാണ് നീ അറിഞ്ഞത്, എന്നാൽ എന്താക്കേണ്ടതില്ല, ഇരിക്കേണ്ടതില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി അമുസ്ലിമായ ഒരു പെണ്ണാണ്. അമുസ്ലിമായപ്പുറത്തെ ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റുള്ളവരുണ്ട്. എന്നാൽ തന്നെ കാണാൻ വേണ്ടി പറ്റുമോ? ഇത് നാട്ടിൽ വലിയൊരു സംഭവമായത്. പ്രത്യേകിച്ച് പറയുന്ന അവളെ ഇവൾക്ക് കാണുന്ന എനിക്ക് എന്താക്കാം, കാണുന്ന എനിക്ക് ഒരു വിരോധവുമില്ല, കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇരിക്കുന്ന അവസരത്തിൽ ചിലരുടെ തെറ്റിദ്ധാരണ, ഇരിക്കുന്ന അവസരത്തിൽ പ്രത്യേകം ഒരു നിയ്യത്ത് വെച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. ഒരു പ്രത്യേകമായ റൂമായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു കുളിയുണ്ട്, ഉളുവുണ്ട്. ഇരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു ദിക്ർ, ദുആ ചൊല്ലിട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ സമയത്ത് ഇരിക്കുന്നതായ ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യാനോ അല്ലെങ്കിൽ ആലോചന നടത്താനോ പറ്റൂല കഴിയുന്നത് വരെ. പിന്നെ ഈ പെണ്ണിനിക്ക് സിയാറത്ത് യാത്ര, സൽക്കാരം, കല്യാണം, മരണവീട് ഒന്നും പോകാൻ വേണ്ടി പാടില്ല. ഇതെല്ലാം ഉപേക്ഷിക്കണം. ഇനി ചികിത്സക്ക് വേണ്ടി പോകാം. ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പനിയാണ്, അങ്ങനെ പോയത്. എന്നാൽ ജോലിക്ക് പോവാം, പക്ഷേ എഴുതാതെ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? എഴുതാതെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അലങ്കരിക്കുന്നതിനെ തൊട്ട് ഉപേക്ഷിക്കാം, മാറി നിൽക്കാം. ചില നാടുകളിൽ 40 ദിവസത്തിൻ്റെ യുദ്ധമുണ്ട്. അങ്ങനെ ഒരു യുദ്ധ ഇസ്ലാമിലില്ല.
40 ദിവസം ഇദ്ദയിരുന്നാൽ അത് മതിയാവില്ല. 4 മാസവും 10 ദിവസവും അത് ചന്ദ്രൻ കമരിയായ കണക്കാണ്. ആ ഡേറ്റ് പ്രകാരം ഇദ്ദയിരിക്കൽ എന്താണ് നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. ഇനി വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതുപോലെ അവൻ്റെ നിയമങ്ങൾ പാലിച്ച് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഒരുപാട് ആൾക്കാർ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം കൊണ്ട്, ഉരുൾപൊട്ടിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ മയ്യത്തെല്ലാം ചിന്ന ഭിന്നങ്ങളായിട്ടുണ്ട്. അല്ലാഹ് അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരിമാരാണ്. അല്ലാഹ് അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവിടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവിടെ കുടുംബത്തിനിക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സ്നേഹിതന്മാരുണ്ട്, കൂട്ടക്കാരുണ്ട്. അങ്ങനെയാണ് ഒരുപാട് ഉമ്മമാർ ഇങ്ങനെ സംശയങ്ങളും ഉപ്പമാരെല്ലാം സഹോദരന്മാരെല്ലാം ചോദ്യം ചോദിച്ചത് പഠിക്കാൻ വേണ്ടിയാണ്. അള്ളാഹ് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ അള്ളാഹ് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു